നമ്മളെല്ലാവരും സ്വപ്നങ്ങളുള്ള വ്യക്തികളാണ്. നമ്മളെല്ലാവരും പല സ്വപ്നങ്ങൾ കിടന്നുറങ്ങുമ്പോഴും കാണാറുണ്ട്, എണീറ്റിരിക്കുമ്പോഴും കാണാറുണ്ട്. എന്നാൽ രസകരമായ കാര്യം, ഈ സ്വപ്നങ്ങൾ കാണുന്ന എല്ലാവരും സ്വപ്നങ്ങൾ നേടിയെടുക്കാറില്ല. വളരെ ചുരുക്കം ആളുകളാണ് അവരുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കുന്നത്. എന്താണ് ഇതിൻ്റെ കാരണം എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം. നമസ്കാരം. നവീൻ ഇൻസ്പയേഴ്സ് ദി ട്രാൻസ്ഫോർമേഷണൽ കോച്ച്. ഇഫ് യു ക്യാൻ ഡ്രീം ഇറ്റ് യു ക്യാൻ ഡു ഇറ്റ്. നിങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നേടിയെടുക്കാനും സാധ്യമാണ്. ഈ സ്വപ്നത്തിന് ജീവൻ വയ്ക്കുന്നത് സ്വപ്നത്തോടൊപ്പം ആക്ഷൻ അല്ലെങ്കിൽ എനർജി ഉണ്ടാകുമ്പോഴാണ്. ഈ സ്വപ്നം വിത്ത് എനർജി അല്ലെങ്കിൽ സ്വപ്നം വിത്ത് ആക്ഷനെ ഗോൾ എന്ന് നമുക്ക് വിളിക്കാവുന്നതാണ്. നമുക്ക് അതിനു മുമ്പ് പരിശോധിക്കാം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്തരത്തിലുള്ള സ്വപ്നങ്ങളാണെന്ന്. പ്രധാനമായിട്ടും 5 തരത്തിലാണ് ആളുകൾ സ്വപ്നം കാണുന്നത്. ഏതൊക്കെയാണ് ആ 5 തരങ്ങൾ എന്ന് മനസ്സിലാക്കാം. നമ്പർ 1, ജസ്റ്റ് ഡ്രീമേഴ്സ്. ജസ്റ്റ് ഡ്രീമേഴ്സ് എന്ന് പറഞ്ഞാൽ അവര് എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കും. ഒരു കാർ തൊഴിൽ പോകണമെങ്കിൽ ആ കാർ എനിക്ക് വേണമെന്ന സ്വപ്നം കാണും. അതല്ല, ഒരു പുതിയ ബിസിനസ് പ്ലാൻ ഒരാൾ പറഞ്ഞാൽ ആ ബിസിനസ്സിൽ ഏറ്റവും മികച്ചൊരു വ്യക്തിയായി മാറുന്നത് സ്വപ്നം കാണും. ഒരു ഡാൻസ് കണ്ടാൽ ഏറ്റവും മികച്ചൊരു ഡാൻസറായി മാറുന്നത് സ്വപ്നം കാണും. പക്ഷേ ഈ സ്വപ്നം കാണുകയും ഒരു 24 മണിക്കൂറിനപ്പുറം ഇങ്ങനെ ഒരു സ്വപ്നത്തെ പറ്റി ചിന്ത പോലും ഇല്ലാത്ത ഒരു വ്യക്തിയായി മാറും. അതായത് ആ ഒരു നിമിഷത്തേക്ക് മാത്രമാണ് ഈ വ്യക്തിക്ക് ആ സ്വപ്നം ഉണ്ടാകുന്നത്. ഇങ്ങനെയുള്ള ആളുകൾ പലപ്പോഴും അവരുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാറില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ശരിയല്ലേ? ശരിയാണെങ്കിൽ ശരി എന്ന് അർത്ഥം വരുന്ന രീതിയിൽ യെസ് എന്ന് കമന്റ് ചെയ്യുക. തെറ്റാണെങ്കിൽ തെറ്റ് എന്ന അർത്ഥം വരുന്ന രീതിയിൽ ടി എന്ന് കമന്റ് ചെയ്യുക. 2, പാസ്റ്റ് ഡ്രീമേഴ്സ്. പാസ്റ്റ് ഡ്രീമേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ ഇവർ ഒരുപാട് അച്ചീവ്മെന്റ്സ് ഒക്കെ ഉണ്ടാക്കിയ ആളുകളാണ്. അന്ന് അവർക്കുണ്ടായ അച്ചീവ്മെന്റ്സിനെയും അന്ന് അവർ നേടിയെടുത്ത കാര്യങ്ങളെയും ഒക്കെ തന്നെ ഓർത്ത് അതിനെ താലോലിച്ച് ആ കാലഘട്ടത്തിൽ ഇന്നും ജീവിച്ച് മുൻപോട്ട് പോകുന്ന ആളുകളാണ് പാസ്റ്റ് ഡ്രീമേഴ്സ് എന്ന് പറയുന്നത്. അതായത് പണ്ട് പല അച്ചീവ്മെന്റ്സ് നേടിയ നേട്ടങ്ങളെയാണ് ഇന്നും അവർ താലോലിക്കുന്നത്. എന്നാൽ ഇന്നത്തെ യാഥാർത്ഥ്യം എന്താണ്, ഇന്നത്തെ അവസ്ഥ എന്താണ് എന്ന് തിരിച്ചറിയുന്നില്ല. ഇവർ പറയും, ഒരു കാലത്തിൽ ഞാൻ അങ്ങനെയായിരുന്നു, ഒരു കാലത്ത് ഞാൻ ഇങ്ങനെയായിരുന്നു. എന്നാൽ ഇന്ന് താൻ എങ്ങനെയാണ് എന്ന് തിരിച്ചറിഞ്ഞ് വേണ്ട എഫേർട്ട് എടുത്ത് മുൻപോട്ട് പോകാൻ തയ്യാറാവാത്ത ആളുകളാണ് പാസ്റ്റ് ഡ്രീമേഴ്സ് എന്ന് പറയുന്നത്. ഇവരുടെ ഉള്ളിലെ മനസ്സ് ഒരു കൺവെൻഷണൽ മൈൻഡ് സെറ്റ് ആണ്. അതായത് പണ്ട് ചെയ്ത അതേ കാര്യമേ ഞാൻ ഇന്നും ചെയ്യുള്ളൂ, ഇന്നും അതേ കാര്യം ചെയ്തുകൊണ്ട് തന്നെ വിജയിക്കാം എന്ന് തെറ്റിദ്ധരിക്കുന്ന ആളുകളാണ് ഇത്തരക്കാർ. കാലം മാറിയത് കൃത്യമായി തിരിച്ചറിയാത്ത ആളുകളാണ് പാസ്റ്റ് ഡ്രീമേഴ്സ് എന്ന് പറയുന്ന രണ്ടാമത്തെ സ്വപ്നജീവികൾ. 3, സ്മോൾ ഡ്രീമേഴ്സ്. സ്മോൾ ഡ്രീമേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ചെറിയ ചെറിയ സ്വപ്നങ്ങളാണ് ജീവിതത്തിലുള്ളത്. ചെറിയ ചെറിയ സ്വപ്നങ്ങൾ അവർക്കുണ്ട്. ആ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ അവർ നന്നായിട്ട് എഫേർട്ട് എടുക്കുകയും ചെയ്യും. കുറച്ച് ആളുകളാവട്ടെ ആ ചെറിയ സ്വപ്നം നേടിയെടുക്കാൻ കൃത്യമായ ഒരു പ്ലാനൊക്കെ ഉണ്ടാക്കി അത് ഇംപ്ലിമെന്റ് ചെയ്ത് ആ ചെറിയ സ്വപ്നങ്ങൾ നേടിയെടുക്കും. അത് നേടിയെടുക്കുന്നതോടുകൂടി പിന്നെ മുൻപോട്ട് പോകാനുള്ള ഒരു ആവേശമോ മുൻപോട്ട് പോകാനുള്ള എനർജിയോ ഒന്നും തന്നെ കാണില്ല. അത് നേടിയെടുക്കുന്നതോടുകൂടി ഇവർ പിന്നെ ഒരു ഡെഡ് മാന് തുല്യമാവും. കാരണം എ മാൻ വിത്തൗട്ട് എ ഡ്രീം ഈസ് എ ഡെഡ് മാൻ. കൃത്യമായ സ്വപ്നമില്ലാത്ത മനുഷ്യൻ മൃതശരീരത്തിന് തുല്യനാണ്. അവന് ആക്ഷൻ എടുക്കാൻ പറ്റില്ല. ഇവർ ചെറിയ സ്വപ്നങ്ങൾ കാണുന്നതുകൊണ്ട് തന്നെ അത് കണ്ട് അവിടെ അവർ തീർന്നു പോവുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മുൻപോട്ട് പോകാത്ത ഒരവസ്ഥയിൽ എത്തുകയാണ് ചെയ്യുന്നത്. അവിടെ പറയുന്ന ഒരു മനോഹരമായ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇറ്റ് ഈസ് ബെറ്റർ ടു സീ ബിഗ് ഡ്രീംസ് യു കാൺട്ട് അച്ചീവ്. നിങ്ങൾക്ക് സാധിക്കാത്ത വലിയ സ്വപ്നം കാണുന്നതാണ് മിടുക്ക്, അതല്ലാതെ നിങ്ങൾക്ക് സാധിക്കുന്ന ചെറിയ സ്വപ്നം കാണുന്നതല്ല. കാരണം വലിയ സ്വപ്നങ്ങൾ കാണുകയും അവയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിക്കുകയും ചെയ്യുന്ന വ്യക്തിക്ക് മുൻപോട്ട് പിന്നെയും പോകാൻ കഴിയും, ഒരുപാട് ദൂരം മുൻപോട്ട് പോകാൻ കഴിയും. അതുകൊണ്ട് ഇവരാണ് മൂന്നാമത്തെ കാറ്റഗറി. എന്താണ് തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞ പോലെ ആദ്യം പറഞ്ഞ ജസ്റ്റ് ഡ്രീമേഴ്സിനെയും പാസ്റ്റ് ഡ്രീമേഴ്സിനെയും ഒക്കെ കാളും ഭേദമാണ് ഈ കാറ്റഗറി സ്മോൾ ഡ്രീമേഴ്സ്. ആൻഡ് 4, വൺ ടൈം ഡ്രീമേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. അതായത് ജീവിതത്തിൽ വളരെ വലിയ ഒരു സ്വപ്നമായിരിക്കും ഈ വ്യക്തിയിൽ കാണുന്നത്. താൻ ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ അവശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ ഡ്രീം ഉള്ള വ്യക്തികളായിരിക്കും വൺ ടൈം ഡ്രീമേഴ്സ് എന്ന് പറയുന്നത്. അവർ ആ ജന്മം തന്നെ ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടി ഡെഡിക്കേഷനോടുകൂടി കൃത്യമായി പ്ലാൻ ചെയ്ത് ഓരോ ദിവസവും എടുക്കേണ്ട ആക്ഷൻ എടുത്ത് കൃത്യമായ ഓരോ വർഷത്തെ അച്ചീവ്മെന്റ്സ് എന്തൊക്കെ വേണമെന്ന് തീരുമാനിച്ച് അതിനായി ഇറങ്ങിത്തിരിക്കുന്ന കാറ്റഗറി വിളിക്കുന്ന പേരാണ് വൺ ടൈം ഡ്രീമേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളാണ് ഭൂമിയിൽ ഒരുപാട് ചരിത്രപരമായ നിമിഷങ്ങൾക്ക് കാരണമായി മാറിയത്. പല ആളുകളെയും ഉയ്യോ എൻ്റെ അമ്മേ എന്ന് പറഞ്ഞ് പല സാധനങ്ങളും നോക്കാൻ കാരണമാക്കിയത് ഈ കാറ്റഗറിയാണ്. ഇവർ വാവ് ഫാക്ടർ ക്രിയേറ്റ് ചെയ്യുന്ന കാറ്റഗറിയാണ്. ഇവരുടെ പ്രത്യേകത ഇവർക്ക് കൃത്യമായ ഗോൾ ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്കും ഇതേപോലെ ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ കഴിയും. നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മാഗ്നറ്റിക് ഗോൾ സെറ്റിംഗ് വർക്ക്ഷോപ്പ് ഉണ്ട്. അതിൽ കൃത്യമായി 5 ദിവസം കൊണ്ട് നിങ്ങളുടെ മനസ്സിലെ ആ വലിയ സ്വപ്നത്തെ കൃത്യമായ ഒരു ഗോളാക്കി മാറ്റി അത് അച്ചീവ് ചെയ്യാനുള്ള ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കാനും അതുമായി ബന്ധപ്പെട്ട മെഡിറ്റേഷൻ ചെയ്യാനും അതുമായി ബന്ധപ്പെട്ട അഫർമേഷനുകൾ എഴുതി തയ്യാറാക്കി പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ തന്നെ അവസരമുണ്ട്. 27 ചാപ്റ്റേഴ്സ് ഉള്ള ഈ വർക്ക്ഷോപ്പ് വെറും 1000 രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതാണ്. എത്രയും വേഗം മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, നിങ്ങളുടെ ജീവിതത്തിലെ ആ മഹത്കരമായ ഗോള് സെറ്റ് ചെയ്യുക. ആൻഡ് 5, ദ കണ്ടിന്യൂസ് ബിഗ് ഡ്രീമേഴ്സ്. അതായത് വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ടിന്യൂസ് ആയി കണ്ടുകൊണ്ടിരിക്കുന്നവർ.
ഇവര് ഒരു കാര്യത്തിൽ വളരെ മിടുക്കനായി മാറിക്കഴിഞ്ഞാൽ ഒരു ബന്ധമില്ലാത്ത മറ്റൊരു കാര്യത്തിൽ വീണ്ടും വളരെയധികം മിടുക്കനായി മാറും, മറ്റൊരു കാര്യത്തിൽ വീണ്ടും ഒരു മിടുക്കനായി മാറും. അതായത് ബഹുമുഖ പ്രതിഭകളാണ് ബിഗ് ഡ്രീമേഴ്സ്. അത് കണ്ടിന്യൂസ് ബിഗ് ഡ്രീമേഴ്സ് എന്ന് പറയുന്ന ഈ കാറ്റഗറി. ഇത് ലക്ഷത്തിലോ അല്ലെങ്കിൽ കോടിയിൽ ഒന്നോ രണ്ടോ മാത്രം നമ്മൾ കാണുന്ന വ്യക്തിത്വങ്ങളാണ്. അപ്പോൾ കൃത്യമായ രീതിയിൽ അത്തരത്തിലുള്ള കണ്ടിന്യൂസ് ആയ ബിഗ് ഡ്രീംസ് കണ്ടുകൊണ്ട് കൃത്യമായ രീതിയിൽ മുൻപോട്ട് പോകുന്ന ആളുകളെ നമുക്കറിയാം. നമ്മളെ സംബന്ധിച്ച് നമുക്ക് അത്തരത്തിലുള്ള ഗോളുകൾ കാണാൻ കഴിയുമോ? കാണാൻ കഴിയുമെന്ന് തന്നെയാണ് ഉത്തരം. പക്ഷെ അതിനുള്ള വില കൊടുക്കാൻ, അതിനുള്ള ആ ഒരു ഡിസർവബിലിറ്റി അല്ലെങ്കിൽ ഡിസർവിംഗ് ആയി മാറാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇവിടെ 5 തരം സ്വപ്നജീവികളെ പറ്റി നമ്മൾ സംസാരിച്ചു. 1, ജസ്റ്റ് ഡ്രീമേഴ്സ്, ആ കാറ്റഗറിയിൽ നിന്ന് എത്രയും വേഗം പുറത്തിറങ്ങണം. 2, പാസ്റ്റ് ഡ്രീമേഴ്സ്, പഴയ അച്ചീവ്മെന്റ്സ് നോക്കി ഇപ്പൊ ഇരുന്നിട്ട് കാര്യമില്ല, അത് കഴിഞ്ഞുപോയി, അത് പാസ്റ്റ് ആണ്, ഇത് പ്രസന്റ് ആണ്, ഇനി ഫ്യൂച്ചർ കിടക്കുകയാണ്. 3, സ്മോൾ ഡ്രീമേഴ്സ്, ചെറിയ സ്വപ്നങ്ങൾ കണ്ട് അവ നേടിയെടുത്ത് അവിടെ സെറ്റിൽ ആവുന്ന ആളുകൾ. 4, വൺ ടൈം ഡ്രീമേഴ്സ്, വലിയൊരു സ്വപ്നം കണ്ട് ഇവിടുന്ന് പോകുന്നതിന് മുന്നേ, ഭൂമിയിൽ നിന്നും പോകുന്നതിന് മുന്നേ അതിവിടെ യാഥാർത്ഥ്യമാക്കി മാറ്റുന്ന ആളുകൾ. ആൻഡ് കണ്ടിന്യൂസ് ബിഗ് ഡ്രീമേഴ്സ്. നിങ്ങൾ ഇതിൽ ഏത് കാറ്റഗറിയിലാണ് വരുന്നതെന്ന് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്ത് അറിയിക്കുക. ഇതേപോലുള്ള വീഡിയോസ് കാണുന്നത് ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. NK സൈനിങ് ഓഫ്.